ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ജൂൺ 2 അല്ലേ, സ്കൂൾ തുറന്നല്ലോ അല്ലേ. എല്ലാവരും സ്കൂളിൽ പോയിട്ടുണ്ടല്ലോ. കുട്ടികളെയൊക്കെ നിങ്ങൾ സ്കൂളിലാക്കിയിട്ടില്ലേ? എന്നാൽ ഈ അധ്യയന വർഷത്തിൽ സ്കൂളുകളിൽ ഒരു പരിഷ്കാരം കൂടി വരികയാണ്. എന്താണെന്നല്ലേ, ഓരോ സ്കൂളിൻ്റെ ചുമതല ഓരോ പോലീസ് ഉദ്യോഗസ്ഥനും സ്കൂളുകളിലെ പരാതിപ്പെട്ടികൾ മാറുന്നു. ഇങ്ങനെ ഒരു വാർത്ത കേട്ടാൽ നിങ്ങൾ വരെ സന്തോഷിക്കുമല്ലേ? എന്താണ് കാരണം? സ്കൂളുകളിന് സുരക്ഷിതത്വമാണ് കൊതിക്കുന്നത്. കുട്ടികൾക്കിനി സുരക്ഷിതമായി സ്കൂളിൽ പോകാം. അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ കുട്ടികൾക്കായി വിദ്യാലയങ്ങളിൽ പുതിയ പരാതിപ്പെട്ടികൾ വരും. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സ്കൂളുകളിൽ പരാതിപ്പെട്ടികൾ സ്ഥാപിച്ചിരുന്നെങ്കിലും കുട്ടികൾക്ക് നിർഭയമായി പരാതി എഴുതിയിടാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല. ഹൈസ്കൂളുകളിലും ഹയർ സെക്കൻഡറി സ്കൂളുകളിലുമാണ് നേരത്തെ പരാതിപ്പെട്ടികൾ സ്ഥാപിച്ചിരുന്നത്. മിക്ക വിദ്യാലയങ്ങളിലും പ്രഥമ അധ്യാപകരുടെ മുറിയിലാണ് പെട്ടി സൂക്ഷിക്കുന്നത്. അധ്യാപകരെ പറ്റിയാണ് ആക്ഷേപമെങ്കിൽ തുടർ നടപടികളെടുക്കാൻ അധികൃതർ വിമുഖത കാട്ടുന്നതായി പരാതിയുണ്ടായി. പരാതിപ്പെട്ടി തുറക്കുന്നതും പരിഹാരം കാണുന്നതും ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ വിദ്യാലയ അധികൃതർ അവഗണിക്കുകയായിരുന്നു. എന്നാൽ കുട്ടികൾക്ക് സ്വതന്ത്രമായി പരാതി എഴുതിയിടാനുള്ള അവസരമാണ് പുതിയ അധ്യയന വർഷം ഒരുക്കുന്നത്. പോലീസ്, എക്സൈസ് ഉദ്യോഗസ്ഥർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾ, അധ്യാപക രക്ഷാകർതൃ സമിതി അംഗങ്ങൾ എന്നിവരുൾപ്പെട്ട സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിനാണ് പരാതിപ്പെട്ടിയുടെ ചുമതല. സ്വന്തം പേര് വെച്ചോ അല്ലാതെയോ കുട്ടികൾക്ക് പെട്ടികളിൽ എഴുതിയിടാം. പ്രഥമ അധ്യാപകനും സ്കൂൾ പരിധിയിലെ സ്റ്റേഷൻ ഹൗസ് ഓഫീസറും ചേർന്ന് പരാതികൾ പരിശോധിക്കും. സ്കൂളിൽ പരിഹാരം കാണേണ്ട പ്രശ്നങ്ങൾ അവിടെ പരിഹരിക്കും. ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട പരാതികൾ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് കൈമാറും. മറ്റ് വകുപ്പുകളുമായി ബന്ധപ്പെട്ട പരാതികളാണെങ്കിൽ അതത് വകുപ്പ് ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കും. പരാതി എഴുതിയ കുട്ടികൾക്ക് കൗൺസിലിങ്ങോ നിയമസഹായമോ ആവശ്യമുണ്ടെങ്കിൽ അവ ഉറപ്പാക്കും. ഗൗരവമുള്ള വിഷയങ്ങളിൽ കേസെടുക്കും. ഓരോ സ്കൂളിൻ്റെയും ചുമതല ഓരോ പോലീസ് ഉദ്യോഗസ്ഥന് നൽകും. പരാതിപ്പെട്ടി വഴി കുട്ടികൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അറിയാനും അവർക്ക് തുറന്നു പറച്ചിലിന് അവസരമൊരുക്കാനും കഴിയുമെന്നാണ് ആഭ്യന്തര വകുപ്പിൻ്റെ പ്രതീക്ഷ. അപ്പോൾ ഈ ന്യൂസ് കേട്ടിട്ട് നിങ്ങൾക്ക് സന്തോഷമായില്ലേ? കാരണം ഇതൊരു ഉപയോഗകരമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഒരുപാട് ലഹരി മാഫിയകൾ പ്രവർത്തിക്കുന്നതായി നമ്മൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? ന്യൂസുകളിലൊക്കെ നമ്മളത് കാണാറുമുണ്ട്, കേൾക്കാറുമുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ ഭയപ്പെട്ടിരുന്നു, എങ്ങനെയാണ് സ്വന്തം കുട്ടികളെ സ്കൂളുകളിലേക്ക് പറഞ്ഞയക്കുക, വിശ്വസിച്ച് എങ്ങനെ പറഞ്ഞയക്കാൻ കഴിയുമെന്നുള്ളത്. അപ്പോഴാണ് പുതിയ അധ്യയന വർഷത്തിൽ പുതിയ പരിഷ്കാരങ്ങൾ കൂടി വരുന്നത്. കുഞ്ഞിലെ തന്നെ നമ്മൾ നല്ല ശീലങ്ങൾ പഠിപ്പിക്കണം. യഥാർത്ഥ ശീലങ്ങൾ ഇല്ലാതാക്കണം. അതായത് ലഹരിയായാലും സ്കൂളുകളിൽ കൊണ്ടുവരാൻ പാടില്ല. അതുപോലെ കുട്ടികളെ അതിൻ്റെ അടിമയാക്കാനും പാടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പ്രവർത്തനം നടത്തുന്നത് എപ്പോഴും ലഹരിക്കെതിരായും അതുപോലെ തന്നെ സ്കൂൾ വിദ്യാഭ്യാസത്തിനും നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും ഈ പുതിയ അധ്യയന വർഷത്തിൽ നമ്മുടെ കുരുന്നു കുട്ടികൾക്ക് നൽകാൻ പറ്റിയ സമ്മാനമാണ് ഇതെന്ന് വേണം പറയാൻ. ഇനി ആരെയും പേടിക്കാതെ ഭയപ്പെടാതെ നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാം. നിങ്ങൾക്കിത് നല്ലതായി തോന്നിയില്ലേ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് വഴി അറിയിക്കുക. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.